ചികിത്സ തേടിയെത്തിയവരും അഭയം പ്രാപിച്ചവരുമായി 30,000-ഓളം പേർ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ അൽ-ഷിഫ ആശുപത്രിയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുന്നു. കഴിഞ്ഞ ദിവസവും ആശുപത്രിക്കുള്ളിലേക്ക് ഇരച്ചുകയറിയ ഇസ്രായേൽ സൈന്യം 100-ലധികം പേരെ വധിച്ചു. എന്നാൽ മരണസംഖ്യ ഇതിലുമേറെ വരുമെന്നാണ് പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദിവസങ്ങൾക്കു മുമ്പും ആശുപത്രിക്കുള്ളിൽ കടന്ന ഇസ്രായേൽ സേന ഹമാസ് ഭീകരരാണെന്ന വ്യാജേന ആശുപത്രിയിൽ കയറി ചികിത്സയിൽ കഴിയുന്നവർക്ക് നേരെ വെടിയുതിർത്തിരുന്നു. കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ എത്തിയാണ് സേന ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടത്. ആരോഗ്യപ്രവർത്തകരും രോഗികളും ഉൾപ്പെടെ 180 പേരെ ഇസ്രായേൽ പിടികൂടി അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൈനികർ ഇപ്പോഴും ആശുപത്രിക്കുള്ളിൽ തന്നെ തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഇത് 5-ാം തവണയാണ് അൽ-ഷിഫ ആശുപത്രി ആക്രമിക്കുന്നത്. അതിനിടെ ആശുപത്രിയിൽ നിന്ന് ഇസ്രായേൽ സേന പിടികൂടിയ അൽ ജസീറ ലേഖകൻ ഇസ്മായിൽ അൽ ഗൗലിനെ 12 മണിക്കൂറിന് ശേഷം വിട്ടയച്ചു. സൈന്യം അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. സൈന്യം റിപ്പോർട്ടറെ വലിച്ചിഴച്ചതായും വാർത്താ സംപ്രേക്ഷണ വാഹനങ്ങളും ഉപകരണങ്ങളും നശിപ്പിച്ചതായും ദൃക്സാക്ഷികൾ പറയുന്നു. മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ആശുപത്രിയിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതായി ഡോക്ടർമാരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അധിനിവേശ സൈന്യം നടത്തുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ആശുപത്രിയുടെ സർജറി ബ്ലോക്കിലാണ് സേന ആക്രമണം അഴിച്ചുവിട്ടത്. ആശുപത്രി മുറ്റം ബുൾഡോസർ കൊണ്ട് സേന നശിപ്പിക്കുകയും ചെയ്തു. 31,988 പേരാണ് പ്രദേശത്ത് കൊല്ലപ്പെട്ടതെന്നും 74,188 പേർക്ക് പരിക്കേറ്റെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 80,000 പേരെ കാണാതായി. ഇവരിൽ അധികവും കുട്ടികളും സ്ത്രീകളുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ അൽ-ഷിഫ ആശുപത്രിയിൽ നിന്ന് എല്ലാവരും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞുപോകണമെന്ന് ഇസ്രായേൽ ഉത്തരവിട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ആശുപത്രി ബോംബിട്ട് തകർത്തേക്കുമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. ഗാസയിൽ പട്ടിണി ആയുധമാക്കിയതിന് നെതന്യാഹു ചരിത്രത്തിൽ ഇടം നേടുമെന്നാണ് ഫ്രഞ്ച് സെനറ്റർ ഗില്ലും ഗോണ്ടാർഡും പ്രതികരിച്ചത്. റഫേൽ കരയാക്രമണം എങ്ങനെ ഒഴിവാക്കാം എന്ന് ചർച്ച ചെയ്യാൻ ഒരു സംഘത്തെ US-ലേക്ക് അയക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 15-ന് ശേഷം ബൈഡനും നെതന്യാഹുവും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തുന്നത് ഇപ്പോഴാണ്. ഗാസയിൽ വലിയ കരയുദ്ധം നടത്താതെ ഹമാസിനെ ലക്ഷ്യം വെക്കാനുള്ള വഴികൾ ചർച്ച ചെയ്യുന്നതിന് ഇസ്രായേൽ സംഘത്തെ അയക്കാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ട വിവരം എക്സിലൂടെ ബൈഡൻ തന്നെയാണ് അറിയിച്ചത്. റഫേൽ കരയുദ്ധം നടത്തുന്നത് അബദ്ധമാകുമെന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ പറഞ്ഞു. നിരപരാധികളായ ഒട്ടേറെ പേർ മരിക്കാനും ദുരിതം കൂട്ടാനും അത് ഇടയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗാസയിൽ ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതൃനിരയിലെ 3-മനായ മർവാനീസ കൊല്ലപ്പെട്ടെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. ഹമാസിന്റെ സൈന്യമായ അൽ ഖസം ബ്രിഗേഡ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡറായിരുന്നു ഈസ. ഒക്ടോബർ 7-ന് ഗാസയിൽ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ മരിക്കുന്ന ഏറ്റവും ഉന്നതനായ ഹമാസ് നേതാവാണിയാൾ. എന്നാൽ മരണത്തെക്കുറിച്ച് ഹമാസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല.